വെരി ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു സ്പാർട്ടൻസ്. സോ ഇന്ന് നമ്മുടെ ഡേ 2 ആണ്. 2026 UPSC വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ സീരീസ് ആണ് നമ്മുടെ ചാനലിൽ നടക്കുന്നത്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസും കാര്യങ്ങളെല്ലാം നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുമായിട്ട് ഈ ഒരു വീഡിയോ സീരീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പലർക്കും ബുദ്ധിമുട്ടുള്ള പല ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഒരു സീരീസിന്റെ ഭാഗമായിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്കിന്ന് ഡേ 2 നമ്മുടെ ഡിസ്കഷൻ ആരംഭിക്കാം. അപ്പൊ ഡേ 1 നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? എന്താണ് ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ഇൻ 1947? അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന എംപ്ലോയ്മെന്റ്, ആ സമയത്ത് ഉണ്ടായിരുന്ന സെക്ടോറൽ ഡിവിഷൻ, ആ സമയത്ത് ഉണ്ടായിരുന്ന ലിറ്ററസി, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടായി. കുറച്ച് പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട എത്രയാണ് അതിന്റെ ഒരു കണക്ക് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മെയിൻസിലോട്ട് വരുന്ന സമയത്ത് ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് ട്രജക്ടറി ഒക്കെ നമ്മൾ എസ്സേലൊക്കെ മെൻഷൻ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ വി കൻ ബ്രിങ് ദാറ്റ് പോയിന്റ്സ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ സെക്ടോറൽ ഡിവിഷൻസ് പറഞ്ഞു വെച്ചതിന് ശേഷം വി ആർ ഹാവിംഗ് വൺ വെരി ഇമ്പോർട്ടന്റ് ഡിസ്കഷൻ. 3 സെക്ടറുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് എങ്ങനെയാണ് ഇതിനെ ഇനി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെഷറിലോട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്? അതിനാണ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഡിഫറെന്റ് 5-year പ്ലാനുകളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഈ ലൈവ് സെഷന്റെ കൂടെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു പോകാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നിങ്ങൾ ലൈവ് ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനൊക്കെ ശ്രമിക്കുകയും വേണം കേട്ടോ. അപ്പൊ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സെഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ സെഷന്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. 2025 UPSC പ്രിലിംസ് കിട്ടാത്ത സ്റ്റുഡൻസിന് വേണ്ടി 2026 വളരെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് UPSC ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഫോർ പ്രിലിംസ് ആൻഡ് മെയിൻസ്. പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, പലരും എന്റെ ക്ലാസ് റൂം സ്റ്റുഡൻസ് ആയിട്ട് മിഡീവിലൊക്കെ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് they will be getting the full coverage of Indian history and culture. ഇന്ത്യൻ ഹിസ്റ്ററി കൾച്ചർ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ പ്ലസ് റിലേറ്റഡ് ആയിട്ടുള്ള കൾച്ചർ പോർഷൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിക്കുന്ന ഒരു ലേണിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു റിവൈസബിൾ ഫോർമാറ്റിലുള്ള ഒരു സ്റ്റഡി നോട്ട് നമ്മൾ ലഭ്യമാക്കി തരും, എക്സാമിന് ഡിമാൻഡും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. ആൻഡ് ഈ ഭാഗത്തു നിന്നുള്ള ആൻഷ്യന്റ് മിഡീവൽ മോഡേൺ കൾച്ചർ ഭാഗത്തു നിന്നുള്ള മെയിൻസിന്റെ സ്പെഷ്യൽ അപ്രോച്ച് സെഷൻസും ടോപ്പിക്കുകളും അതിന്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളും നമ്മൾ നടത്തും. ദെൻ പ്രിലിംസിന് വേണ്ടി PYQ ആൻഡ് മോഡൽ MCQ അപ്രോച്ചും വരും. അങ്ങനെയുള്ള ഒരു കോംപ്രഹെൻസീവ് കോഴ്സ് ആണ്. നിങ്ങളൊരു PCM ബാച്ചിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ടൈം എടുക്കുന്നു നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഈ ഒരു പ്രോഗ്രാമിന് വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ബിക്കോസ് UPSC പ്രിലിംസിൽ ഓരോ പ്രാവശ്യം മിനിമം 10 to 15 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2025 14 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ മിഡീവലിന് ചോദിച്ചിട്ടുള്ള ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്നതുപോലെ വി ആർ ഹാവിംഗ് മെയിൻസിൽ നിന്നും ഒരു 79 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഇതാണ് നമ്മൾ 2026 ഫോക്കസ് ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടി ഒരു കോഴ്സായിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹിയർ ഐ ഹാവ് അറ്റാച്ച്ഡ് സെർട്ടൻ വെരി ഇമ്പോർട്ടന്റ് സ്റ്റുഡന്റ് റിവ്യൂ ആഫ്റ്റർ ദി എക്സാമിനേഷൻ. കുറച്ച് ആൾക്കാർ എക്സാമിനേഷന് ശേഷം പറഞ്ഞിരിക്കുന്ന റിവ്യൂസ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്റെ ക്ലാസ് റൂം എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിന്റെ അപ്പുറമായിട്ട് ഞാൻ ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൂലൈ 2 ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ജൂലൈ 2. അപ്പൊ ഒരു മാസം സമയമുണ്ട് നമ്മുടെ മുന്നിൽ. അപ്പൊ ജൂലൈ 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് ഒറിജിനൽ ഫീസ് വരുന്നത് 3000 രൂപയാണ്. പക്ഷേ ഏർലി ബേർഡ് ഡിസ്കൗണ്ടിന്റെ ഭാഗമായിട്ട് 1750 രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ. ഇത് എന്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ ആണ്. യു ക്യാൻ മെസ്സേജ് മീ, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ. നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന 30 പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് വരുന്നത്. സോ ഒട്ടും മിസ്സാക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഉടനടി എന്നെ കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് അയക്കുക. എന്താണ് ഇൻഫർമേഷൻ, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യപ്പെട്ട അല്ലാത്ത ആൾക്കാർ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും അഡ്മിഷൻ എടുക്കാനും ശ്രമിക്കുക കേട്ടോ. സോ ഡീറ്റെയിൽസ് വിൽ ബി ഷെയർഡ് ദെൻ. ഇതാണ് ഒരു ജനറൽ ഐഡിയ. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യുക. അതേ സമയത്ത് ബാക്കി ഫ്രണ്ട് സർക്കിളുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. Now we are discussing our today's topic, that is 5-year plans. ഈ 5-year പ്ലാന്റെ ടോപ്പിക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും ലൈവ് ചാറ്റിൽ ഇടണം. ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ദ പെർസെന്റേജ് ഓഫ് വർക്ക് പോപ്പുലേഷൻ ഇൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് എത്ര ഉണ്ടായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിരിക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അഗ്രികൾച്ചറിൽ എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? എത്ര പെർസെന്റേജ് ഓഫ് ദ പോപ്പുലേഷൻ ആണ് അഗ്രികൾച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്? ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പ്ലീസ് ഡു ഇറ്റ്. ഓക്കെ, കമന്റ് ചെയ്യണേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനത്തെ ഒരു അനലിറ്റിക്സ് നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ട് തുടങ്ങുന്നത്. അറൌണ്ട് 70-75% ഓഫ് ദ പോപ്പുലേഷൻ ഡിപ്പെൻഡ് ഓൺ ദ അഗ്രികൾച്ചർ സെക്ടർ അല്ലെ. അതേ സമയത്ത് ജി ഡി പിയിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും അതിൽ കുറച്ച് ഒരു അനോമലി ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഉണ്ടായിരുന്നത് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്? അപ്പൊ ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ ഇന്ത്യൻ എക്കണോമിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാഗ്നന്റ് ഇക്കണോമിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടായിരുന്നു വി ആർ ഫേസിങ് ദ ഷോർട്ടേജ് ഓഫ് ഫുഡ്. അതാണ് നമ്മൾ ഫുഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഫുഡ് സെക്യൂരിറ്റി എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാരണവശാലും ഒരു സാഹചര്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ആദ്യം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1951-56 സമയത്ത് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വന്നു ഡ്യൂറിംഗ് ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. അന്ന് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിക്കേ, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഇറിഗേഷൻ, ദെൻ എനർജി, ഈ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആസ് വെൽ ആസ് വി ക്യാൻ സി ദിസ് പീരിയഡ് ഓൾസോ വിറ്റ്നസ് ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, എന്താണ് ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 5 ഇയർ പ്ലാൻ എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും എന്തല്ല, ഒരു അഗ്രികൾച്ചറോ അല്ലെങ്കിൽ എക്കണോമിക് സെക്ടറോ മാത്രമല്ല, ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി നേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെയായിരിക്കും അതിൽ വരാൻ ചാൻസ് ഉണ്ടാവുക? ജസ്റ്റ് തിങ്ക് ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ 1952 സമയത്തൊക്കെ അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുമ്പോൾ 1952 സമയത്തൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ വരുന്ന സമയത്ത് വാട്ട് ആർ ദ ഇഷ്യൂസ് ദേ ഫേസ്? ഒരുപാട് ഇഷ്യൂസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യണം. എന്തായിരുന്നു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ടായിരുന്നത്? ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് റൂറൽ പോവർട്ടി ഉണ്ടാവും അല്ലെ. റൂറൽ പോവർട്ടി, ഗ്രാമീണ തലത്തിലുള്ള പോവർട്ടി ഉണ്ടാവും. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പൊ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ പല മേഖലകളിലുള്ള ഒരു ബാക്ക്വേർഡ്നെസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ ഒരു ബാക്ക്വേർഡ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ വാട്ട് വി കൻ സി, ഇതിൽ നിന്നും ഒരു മാറ്റം വരണം. അതിനുവേണ്ടി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ആശയവുമായിട്ട് ഇവർ മുന്നോട്ട് വരികയാണ്. അപ്പൊ ഇത് ആക്ച്വലി 1952 വരുന്നതിന് മുന്നോടിയായിട്ട് 1948 ഒരു സംഭവം നടക്കുന്നുണ്ട്. ആൽബർട്ട് മേയർ എന്ന് പറയുന്ന ഒരാള്, ആൽബർട്ട് മേയർ, പുള്ളിക്കാരൻ ഉത്തർപ്രദേശിന്റെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ. അപ്പൊ ആൽബർട്ട് മേയറുടെ ഉത്തർപ്രദേശ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്ട് ആയിരുന്നു ഇത്താവ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇത്താവ പ്രൊജക്ട്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, അപ്ലിഫ്റ്റ് ദ റൂറൽ ഇന്ത്യയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുക. കാരണം അന്ന് അർബൺ ഇന്ത്യ എന്ന് പറയാൻ മാത്രം വലിയൊരു ഇന്ത്യയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് ഇവര് ഈ ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കുറച്ച് ഫണ്ടുകളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഇൻഫ്രാസ്ട്രക്ചറിനും റൂറൽ പോവർട്ടി അലിവിയേഷനും വേണ്ടിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ, അതാണ് വരുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ദ പോയിന്റ്സ് ആർ സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഒന്നാമത്തെ മോഡല് അഗ്രികൾച്ചറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്, അത് മറക്കരുത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് അതിന്റെ ഉദ്ദേശം ഫുഡ് സെക്യൂരിറ്റി, റൂറൽ പോവർട്ടി അലിവേറ്റ് ചെയ്യുക, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളതിനൊക്കെ മാറ്റിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ റൂറൽ അപ്ലിഫ്റ്റ്മെന്റ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഉണ്ടായിരുന്നത്. ഓക്കെ, 1948 ആൽബർട്ട് മേയറുടെ ഉത്തർപ്രദേശ് ബേസ് ചെയ്തിരിക്കുന്ന ഇതാവ പ്രൊജക്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നത്.
ഈ കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നൗ യു ക്യാൻ സി അവിടെ പ്രത്യേകമായിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഹറോഡ് ഡോമർ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ ഹറോഡ് ഡോമർ മോഡൽ? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് ഈ ഹറോദ് എന്ന് പറയുന്ന ഒരാള് UK കാരനും ഡോമർ എന്ന് പറയുന്ന ആള് USA കാരനാണ്. അപ്പൊ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കോളേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഇവരുടെ പേരിൽ ഇവരുടെ ആശയങ്ങൾ ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് ഇതിന് ഈ ഒരു 5 ഇയർ പ്ലാൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹറോദ് ഡോമർ മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു റോൾ ഓഫ് സേവിങ്സ്. നമ്മുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. സേവിങ്സ് ഉണ്ട്, പ്ലസ് വി ആർ ഹാവിങ് എ കറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഗ്രോത്ത് ഉണ്ടാവും. ഇതൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ലേ? നമ്മുടെ കയ്യിൽ അത്യാവശ്യം ക്യാഷ് ഉണ്ട്, ക്യാഷ് ഉള്ളതിൽ നിന്ന് ചിലത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്നും ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന രൂപത്തിലോട്ടുള്ള ഒരു ഹറോദ് ഡോമർ മോഡലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്കിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതായത് സേവിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോത്ത് തമ്മിലുള്ള ഒരു ബന്ധത്തെ കുറിച്ച് പറയുന്ന ഒരു മോഡലാണ് ഈ ഒരു മോഡൽ. ഇത് ആക്ച്വലി ഒരു എക്കണോമിക് തിയറിയാണ്. ആ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരിത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, നൗ ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് PC മെഹലോനോബിസ് മോഡൽ. ആരാണ് ഈ മെഹലോനോബിസ് എന്ന് പറയുന്ന ആള്? മെഹലോനോബിസ് എന്ന് പറയുന്ന ആളാണ് ആരാണ് അയാള്? അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വൈസർ ആയിരുന്നു എന്നുള്ളത് അല്ലെ. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് വി ആർ ഡിസ്കസിങ് സം ഓഫ് ദി വെരി ഇമ്പോർട്ടന്റ് കീ പേഴ്സണാലിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് വൺ. PC മെഹലോനോബിസ് എന്ന് പറയുന്ന ആള് പുള്ളിക്കാരന്റെ മോഡലിന് ആക്ച്വലി രണ്ടാമത്തെ മോഡൽ എന്നാണ് വിശേഷിപ്പിക്കുക. അതായത് ഇതിലോട്ടാണ് പുള്ളിക്കാരന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫോക്കസ് നൽകിയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടാണ് PC മെഹലോനോബിസ് മോഡൽ എന്ന് പറയാൻ. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആണ് PC മെഹലോനോബിസ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷെ ഒന്നാമത്തെ മോഡലും ഇദ്ദേഹത്തിന്റെ ഒരു റോൾ ഉണ്ടായിരുന്നു, ബിക്കോസ് ഹീസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വൈസർ. അതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ വേണം, എങ്കിലാണ് എക്കണോമി വളരുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇൻഡസ്ട്രീസ് വേണം. അപ്പൊ ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എന്ത്? സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഈ ടോപ്പിക്കിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് എ ബേസിക് ഐഡിയ റിഗാർഡിംഗ് ദിസ് വൺ. അപ്പൊ ആ ബേസിക് ഐഡിയ വെച്ചിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. PC മെഹലോനോബിസ് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ടാണ് വി ആർ ഹാവിംഗ് ദിസ് ബക്ര നങ്കൽ പ്രൊജക്ട്. എവിടെയാ ഈ ബക്ര നങ്കൽ പ്രൊജക്ട് വരുന്നത്? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യു മൈറ്റ് ഹേർഡ് അബൌട്ട് ദിസ് വൺ, ബക്ര നങ്കൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. ഇത് എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? ഇറ്റ്സ് എ ഡാം കൺസ്ട്രക്ഷൻ പ്രൊജക്ട്, റൈറ്റ്? ഇതൊരു ഡാം കൺസ്ട്രക്ഷൻ പ്രൊജക്ട് ആണ് വരുന്നത്. ഈ പ്രൊജക്ട് 948 ആ സമയത്തൊക്കെ ഇത് ആരംഭിക്കുന്നുണ്ട്. പിന്നീട് 954, അതായത് ഒന്നാമത്തെ 5 ഇയർ പ്ലാന്റെ സമയത്താണ് ഈ പ്രൊജക്ട് പൂർത്തിയാക്കുന്നത്. ഇൻ വിച്ച് റിവർ? ചിലപ്പോൾ അങ്ങനെ ചോദിക്കും, ഒരു പ്രൊജക്റ്റും റിവറൊക്കെ ചോദിക്കും. ഏത് റിവറിന്റെ അടുത്താണ്? എനി വൺ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ട്രൈ ടു ഗസ് യുവർ സെൽഫ്. ബക്ര നങ്കൽ പ്രൊജക്ട് എവിടെ വരുന്നത്? ബേസിക്കലി ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്താണ് വരുന്നത് അല്ലെ. പിന്നെ പഞ്ചാബിന്റെ ഭാഗത്തൂടെ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്ത് വരിക എന്ന് പറയുമ്പോൾ ഏത് നദിയായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. യാ, ദാറ്റ് ഈസ് സത്ലജ് റിവർ. സത്ലജിന്റെ അവിടെയാണ് ബക്ര നങ്കൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. അതിന്റെ ഉദ്ദേശം എന്തിനായിരുന്നു ഈ ഒരു ഡാം ഉണ്ടാക്കുന്നത്? ഒന്ന് ഇറിഗേഷൻ പർപ്പസ് ആയിരുന്നു, പിന്നെ പവർ ജനറേഷൻ, ഹൈഡ്രോ ഇലക്ട്രിക് ആയിട്ടുള്ള പവർ ജനറേഷൻ വരുന്നുണ്ട്. പിന്നെ ഫ്ലഡും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള മെക്കാനിസം, ഡ്രിങ്കിങ് വാട്ടർ, ഇങ്ങനത്തെ കുറച്ച് യൂസേജസ് ആണ് അതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഇതിനെ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് ഇത് വരുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇറിഗേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഈ ഭാഗങ്ങളിലോട്ടൊക്കെ ഇറിഗേഷൻ ലഭ്യമാക്കുന്ന ഒരു ഡാം പ്രൊജക്ട് കൂടിയാണ് ബക്ര നങ്കൽ പ്രൊജക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇറിഗേഷൻ കിട്ടുമ്പോൾ മാത്രമാണ്
കൃഷി നടക്കുള്ളൂ. കൃഷി നടന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് നടക്കുള്ളൂ. അപ്പൊ കണ്ടോ, ഇൻവെസ്റ്റ്മെന്റ് നൽകിയിട്ട് ഗ്രോത്തിലോട്ട് എത്തിക്കുന്ന ഒരു വഴിയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ആക്ച്വലി ഇക്കണോമിയിൽ ഇവർ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അന്ന് ഇവരുടെ ടാർഗറ്റ് 2.1% ഗ്രോത്ത് ആയിരുന്നെങ്കിൽ 3.6% ഗ്രോത്തിലോട്ട് ഇവർക്ക് എത്താൻ വേണ്ടി പറ്റി. ഇതാണ് ഇതിന്റെ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഒന്നാമത്തത് ഒന്നുകൂടെ പോയിന്റ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ഡ്യൂറേഷൻ പഠിക്കുക. 1951 to 56 ജവഹർലാൽ നെഹ്റുവിന്റെ സമയത്താണ്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അഗ്രികൾച്ചർ സെക്ടർ, ഇറിഗേഷൻ, എനർജി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻസ്പയർഡ് ഫ്രം ഇതാവ പ്രൊജക്ട് ഓഫ് ആൽബർട്ട് മേയർ. ദെൻ ഹർവഡ് തോമർ മോഡലാണ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റിലോട്ട്, സേവിങ്സ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് അത് ഗ്രോത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന പറയുന്ന ഒരു കാര്യമാണ് വരുന്നത്. PC മെഹ്ലനോബിസിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വൈസർ ആയിട്ട് കാലഘട്ടത്തിൽ അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ PC മെഹ്ലനോബിസ് മോഡൽ എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് മോഡലാണ്. ബക്ര നങ്ങൽ പ്രൊജക്ട് എന്ന് പറയുന്ന ഡാം പ്രൊജക്ട് സത്ലജ് റിവറിന്റെ അവിടെ ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്ത് വരുന്നത് ഈ സമയത്താണ്. ഇവർക്ക് ഈ സമയത്ത് ഗ്രോത്ത് ആണുള്ളത് 3.6% ആക്ച്വൽ ഗ്രോത്ത് ആണുള്ളത്, മോർ ദാൻ ദ ടാർഗറ്റഡ് വൺ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നൗ ഡിസ്കസിംഗ് ദ സെക്കൻഡ് വൺ. ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ടാണ് അത്യാവശ്യം ടൈം എടുത്ത് പഠിപ്പിക്കുന്നത്. രണ്ടാമത്തേത് 1956 to 61 സമയത്ത് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് വരുന്നത്. ദേ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? PC മെഹ്ലനോബിസ് മോഡൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് പബ്ലിക് സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. വൈ പബ്ലിക് സെക്ടർ? ഗവൺമെന്റ് ഇടപെടൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ജസ്റ്റിസ് ഓറിയന്റഡ് ആയിട്ടുള്ള വെൽഫെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് മെഹ്ലനോബിസ് മോഡൽ ആസ് ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ഹെവി ഇൻഡസ്ട്രീസ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 വരുന്നത്. ആസ് പാർട്ട് ഓഫ് ദിസ് വൺ, ദ സ്റ്റീൽ പ്ലാന്റ്സ് അറ്റ് ദുർഗാപൂർ, ഭിലായ് ആൻഡ് റൂർക്കല ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കാൻ. ഈ ഭാഗത്ത് ഈ കാര്യങ്ങൾ, ഇങ്ങനത്തെ സ്റ്റീൽ പ്ലാന്റുകൾ, വലിയ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദാറ്റ് ഈസ് തേർഡ് പ്ലാൻ. അപ്പൊ ഒന്നാമത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓട്ടോമാറ്റിക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മൂന്നാമത്തേതാണ് പറയുന്നത്, 3 മുതൽക്ക് കുറച്ച് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നുണ്ട്. തേർഡില് 1961 to 66 സമയത്ത് ഒന്ന് നെഹ്റു ഉണ്ട്, 2 ലാൽ ബഹദൂർ ശാസ്ത്രി ഉണ്ട്. കാരണം എന്താ? 1964 സമയത്ത് നെഹ്റു മരിച്ചുപോയി. പിന്നീട് ആര് വരുന്നത്? ലാൽ ബഹദൂർ ശാസ്ത്രി. പിന്നീട് അവർക്ക് ശേഷം ഇന്ദിരാഗാന്ധി. അപ്പൊ 3 പേരുടെ ഒരു സമയത്ത് നടക്കുന്നതാണ് എന്ത്? തേർഡ് പ്ലാൻ. ഓക്കെ, സോ ഇറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. സ്വന്തമായിട്ട് ഒരു സെൽഫ് സഫീഷ്യന്റ് എക്കണോമിക് സിസ്റ്റത്തിലോട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഈ സമയത്ത് എന്ത്? അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രീസിനും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ, ഈക്വൽ അല്ല, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് എന്ന രീതിയിൽ രണ്ടിനും ഇമ്പോർട്ടൻസ് നൽകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ഈ സമയത്ത് നമുക്ക് കുറച്ച് ചലഞ്ചുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ ഗ്രോത്തിലോട്ട് എത്താനോ പ്ലാൻ കൃത്യമായിട്ട് നടപ്പിലാക്കാനോ പറ്റിയില്ല. അതിലൊന്നായിരുന്നു ചൈനയുമായിട്ടുള്ള 1962 വാർ, പാകിസ്ഥാനുമായിട്ടുള്ള 65 വാർ, പിന്നെ സിവിയർ ഡ്രൗട്ട്. അതിനടിസ്ഥാനത്തിൽ പ്ലാൻ ആക്ച്വലി ഗോട്ട് ഫെയിൽഡ്. 1, 2 അത്യാവശ്യം നല്ലതായിരുന്നു, പക്ഷേ മൂന്നാമതിൽ ഫെയിൽഡ് ആയി. പിന്നെ വരുന്നത് പ്ലാൻ ഹോളിഡേ ആണ്. പ്ലാൻ ഹോളിഡേ 1966 to 69 ഒരു മൂന്ന് വർഷം. സാധാരണ എത്രയും 5 ഇയർ പ്ലാൻ വരുന്നത്? ആസ് ദ ടേം സൂചിപ്പിക്കൽ 5. പക്ഷേ പ്ലാൻ ഹോളിഡേ നോക്കിക്കേ, 3 വർഷം മാത്രമാണ് വരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ്. സോ 3 ആനുവൽ പ്ലാൻസ് എന്ന രീതിയിലാണ് ഇവര് കൊണ്ടുവന്നത്. അതായത് ഓരോ വർഷത്തിൽ ഷോർട്ട് ടേമിൽ നമുക്ക് പ്ലാൻ ഇട്ടിട്ട് അതിന്റെ ഇമ്പാക്ട് നോക്കാം എന്ന് പറയുന്ന രൂപത്തിൽ ടു കോപ്പ് അപ്പ് വിത്ത് ദിസ് ഇക്കണോമിക് ക്രൈസിസ്. ആൻഡ് ദേ ഗേവ് ഫോക്കസ്ഡ് ഓൺ ഫുഡ് പ്രൊഡക്ഷൻ. അങ്ങനെ ഗ്രീൻ റവല്യൂഷൻ വരുന്നപ്പോഴാണ് പ്ലാൻ ഹോളിഡേയുടെ സമയത്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നിങ്ങൾ പഠിക്കും, ജോഗ്രഫിയിൽ പഠിക്കും, എൻവയോൺമെന്റിൽ പഠിക്കും, എക്കണോമിയിൽ പഠിക്കും. അപ്പൊ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അത് പ്ലാൻ ഹോളിഡേയിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ബേസിക് ലേണിംഗ് ആണ്. ഈ ബേസിക്സ് നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രോങ് ആക്കാൻ പറ്റുന്നുണ്ടോ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബാക്കി സബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് യു ക്യാൻ തിങ്ക് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പീരിയഡ് എന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിന്റെ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ഇക്കണോമിക് വാട്ട് ഐഡിയ, ദെൻ ജോഗ്രഫിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ സിഗ്നിഫിക്കൻസ് എന്ന രീതിയിലൊക്കെ പഠിച്ചു പോകാം. അപ്പൊ ഈ ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് MS സ്വാമിനാഥൻ, അല്ലെ? MS സ്വാമിനാഥൻ എന്ന് പറയുന്ന വ്യക്തിത്വം. അപ്പൊ MS സ്വാമിനാഥൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് വി കൻ സി ദ ഡീവാലുവേഷൻ ഓഫ് റുപ്പി. നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഇടിഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ എക്കണോമിയിൽ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഡീവാലുവേഷൻ പ്ലസ് റീവാലുവേഷൻ ഇത് രണ്ടും ഗവൺമെന്റ് ഇടപെട്ട് നടത്തുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഗവൺമെന്റിന്റെ ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ വാല്യൂ കുറക്കുന്ന സമ്പ്രദായമാണ് ഡിവാലുവേഷൻ എന്ന് പറയുന്നത്. അത് കുറയ്ക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു.
ഇനി ഫോർത്തിലോട്ട് വരാം. ഫോർത്തിലാണ് കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടെ സിഗ്നിഫിക്കന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. ഫോർത്ത് വൺ 1969-74 ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെയാണ് വരുന്നത്. ഈ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് ബംഗ്ലാദേശുമായിട്ടുള്ള വാർ നടക്കുന്നുണ്ട് അല്ലെ. എന്തിനാണ്? ബംഗ്ലാദേശ് ലിബറേഷൻ വാർ എന്ന് പറയുന്ന പാകിസ്ഥാൻ ഇഷ്യൂ ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഓയിൽ ഷോക്ക് ക്രൈസിസ് എന്ന് പറയുന്ന മറ്റൊരു ഇവന്റ് 1973 വരുന്നുണ്ട്. ഫൈൻ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറയുന്നത്. ദ ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. ഇവരുടെ ഒബ്ജക്റ്റീവ് ഇതായിരുന്നു, ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി. കാരണം എന്താ, മുമ്പത്തെ കേസിലൊന്നും സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. ഗ്രോത്ത് ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ അപ്പോഴേക്കും സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് അത് പൊളിഞ്ഞു പോകും. സ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രസ് വരത്തുള്ളൂ. ആൻഡ് റിഡക്ഷൻ ഇൻ ഇനീക്വാലിറ്റി, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇനീക്വാലിറ്റി, ഇക്കണോമിക് സോഷ്യൽ ഇനീക്വാലിറ്റീസിൽ കുറക്കുക. ദെൻ നാഷണലൈസേഷൻ ഓഫ് 14 ബാങ്ക്സ്. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ്. ഒരുപാട് ബാങ്കുകൾ പിടിച്ചിട്ട് നാഷണലൈസ് ചെയ്ത് മാറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പീരീഡ് സംഭവിക്കുന്നത്, നമ്മൾ ബാങ്കിങ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, ബാങ്കുമായി ബന്ധപ്പെട്ട എക്കണോമിക് ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യകാല ബാങ്ക് എവിടെ ഉണ്ടായി, ഇമ്പീരിയൽ ബാങ്ക് എപ്പോൾ ഉണ്ടായി, RBI എപ്പോൾ ഉണ്ടായി, നാഷണലൈസേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എവിടെയായിരുന്നു എന്നുള്ള ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പഠിക്കും. ബാങ്കിങ് റിഫോംസുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കമ്മീഷനും കമ്മിറ്റിയും ടിൽ ദ പ്രസന്റ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതിന് ഭാഗമായിട്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നാഷണലൈസേഷൻ ഓഫ് 14 ബാങ്ക്സ് 1969 നടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ വളരെ വൃത്തിക്ക് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദ മോസ്റ്റ് ഫേമസ് ഗരീബി ഹട്ടാവോ സ്ലോഗൻ. വാട്ട് യു മീൻ ബൈ ഗരീബി ഹട്ടാവോ സ്ലോഗൻ? ഗരീബ് ഹട്ടാവോ സ്ലോഗൻ എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്? എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഗരീബി ഹട്ടാവോ പറഞ്ഞാൽ റിമൂവ് പോവർട്ടി അല്ലെ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. എന്നിട്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി തന്നെ കോയിൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് വരുന്നത്. ഇന്ദിരാഗാന്ധി തന്നെയാണ് വരുന്നത്. ഓക്കെ, കാരണം ഈ സമയത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഗരീബി ഹട്ടാവുന്ന രീതിയിൽ അവർ കുറച്ചുകൂടെ പ്രോ പുവർ പോളിസീസുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പ്രോ പുവർ, അതായത് പാവപ്പെട്ടവരുടെ ഫോക്കസ് ചെയ്തിട്ട്. അപ്പോഴാണ് എന്ത് ചെയ്യുക, ഈ പോവർട്ടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നത് ദിസ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഗരീബി ഹട്ടാവോ എന്ന് പറയും. പക്ഷെ യുദ്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് 4 വരുന്നത്. ഇനി 5-ാമത്തൂടെ നമുക്ക് പഠിക്കാം, കാരണം 5-ാമത്തിന് വേറെ കുറച്ച് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമ്മൾ ഒരേ സമയത്ത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോൾ ഇന്ത്യയുടെ ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസിന് കാരണമാകുന്നുണ്ട് 5th ഫൈവ്-ഇയർ പ്ലാൻ 1974-79 സമയത്ത്. അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തുടക്കത്തിലുണ്ടായിരുന്നു. അതേ സമയത്ത് വി ആർ ഹാവിംഗ് വാട്ട്, മൊറാർജി ദേശായി വരുന്നുണ്ട്. കാരണം എന്താ, യു ആർ ഹാവിംഗ് സംതിങ് കോൾഡ് ആസ് എമർജൻസി പീരിയഡ്. ഇന്ത്യയിൽ എമർജൻസി നടക്കാൻ വേണ്ടി പോകുന്ന ഒരു സംഭവമാണ്, പീരിയഡ് ആണ് അല്ലെ. സോ ദേ ഗേവ് ഇമ്പോർട്ടൻസ് റിമൂവൽ ഓഫ് പോവർട്ടി ആസ് ഗരീബി ഹട്ടാവോ സ്ലോഗൻ എക്സിസ്റ്റഡ് ആൻഡ് സെൽഫ് റിലയൻസ്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻലി മനസ്സിലാക്കി വെക്കേണ്ടത്. 1974-79 സമയത്ത് പിന്നെ ജനതാ ഗവൺമെന്റ്, മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് ആണെന്ത്, ജനതാ ഗവൺമെന്റ്. അത് വന്നപ്പോൾ ഈ പ്ലാന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ജനതാ ഗവൺമെന്റ് എന്നിട്ട് പ്ലാൻ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗരീബി ഹട്ടാവോക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നത്. അത് 5th ഫൈവ്-ഇയർ പ്ലാനിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. 5th ഫൈവ്-ഇയർ പ്ലാനിലാണ് ഈ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന ആശയം റിഫ്ലക്ട് ചെയ്യുന്നത് കേട്ടോ. 4 അതിന്റെ ആശയങ്ങൾ തുടങ്ങി വെച്ചു, 5th അത് റിഫ്ലക്ട് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. മെയിൻ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ മറ്റു ചില പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഒന്നാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം. എന്തായിരിക്കും മിനിമം നീഡ്സ് എന്ന് പറയുമ്പോൾ? മിനിമം നീഡ്സ്, ബേസിക് നീഡ്സ് എന്നുള്ള ഒരു വാക്കുമ്പോൾ കേട്ടിട്ടുണ്ട്. അതുപോലെ മിനിമം നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ, റോഡ്, ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു ആക്സസ് കിട്ടുക. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ. അതിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എന്ന രീതിയിലാണ് ഇവർ ഇത് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, പിന്നെ യു ക്യാൻ സി 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. 20 പോയിന്റ് പ്രോഗ്രാം.
അതിൽ ഒരുപാട് കാര്യം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. എമർജൻസി, പിന്നെ ജനതാ ഗവൺമെന്റ് അത് പ്രീമച്വറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഞാൻ പറഞ്ഞതുപോലെ എമർജൻസി പീരീഡിലെ ചില കാര്യങ്ങൾ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ഈ എമർജൻസിയുടെ സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് എങ്കിലും ചില കാര്യങ്ങൾ ഗവൺമെന്റ് ശാഠ്യം പിടിക്കുന്നുണ്ട്, നിർബന്ധം പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, റേഷൻ കടകൾ പോലുള്ളത്, അതൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതും ആൾക്കാർക്ക് കൂടുതൽ ഈ ഫെസിലിറ്റീസും എൻറോൾമെന്റ് ഇതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പീരീഡാണ് എമർജൻസി പീരീഡ് എന്നുള്ളത്. അതുകൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച്. സംടൈംസ് ഫോഴ്സ് ഹാസ് മോർ ഇംപ്ലിമെന്റേഷൻ പവർ എന്നുള്ളതാണ്. ആ രീതിയിൽ ഈ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. സോ ഈ ഫിഫ്ത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന സ്ലോഗൻ എന്തുമായി ബന്ധപ്പെട്ട, നിങ്ങൾക്ക് ഫോർത്തും ഫിഫ്ത്തും ഓപ്ഷനും ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ നിങ്ങൾ ഫിഫ്ത്തിനാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കാരണം ഫിഫ്ത്തിന്റെ സമയത്താണ് അതിന് കുറച്ചുകൂടെ പ്രാധാന്യത്തിൽ വരുന്നത് കേട്ടോ. അപ്പൊ ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അങ്ങനെ 5 ഇയർ പ്ലാന്റെ ഏകദേശം ഡിഫറെന്റ് ഫേസുകൾ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ 1979 വരെയുള്ള സമയം. അപ്പൊ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കുക. ഒന്നാമത്തതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം എന്താണ്, അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. 60 തോമർ മോഡലാണ് വരുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വരുന്നുണ്ട്, ബക്രാനങ്കൽ പ്രോജക്ട്. രണ്ടാമത്തതിൽ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അതിനെ മെഹലനോബിസ് മോഡൽ എന്ന് വിശേഷിപ്പിക്കും. മൂന്നാമത്തത് പ്ലാൻ ഫെയിൽഡ് ആണ്. നാലാമത്തത് പ്ലാൻ ഹോളിഡേ ആണ്. ഓക്കെ, നാലാമത്തല്ല ആക്ച്വലി ഇവിടെ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ഉണ്ടായിരുന്ന ഗ്രീൻ റവല്യൂഷൻ നടക്കുന്ന എപ്പോഴാണ്, പ്ലാൻ ഹോളിഡേയുടെ സമയത്താണ്. പിന്നെ ഫോർത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത്, ഫിഫ്ത്ത് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് വരുന്നുണ്ട്. ഫോർത്തിൽ നാഷണലൈസേഷൻ നടന്നു, ഫിഫ്ത്തിൽ ഗരീബി ഹട്ടാവുമായിട്ടും എമർജൻസിയുമായിട്ട് ഉള്ള സിറ്റുവേഷൻസ് ആണെന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കാം. Now we are discussing some other very important periods. Rolling plan. അടുത്തതാണ് റോളിംഗ് പ്ലാൻ. Why we are discussing rolling plan? 1978 1980 സമയത്ത് നോക്കിക്കേ, ചെറിയൊരു പീരീഡുകൾ മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ഒക്കെ നടത്തുന്നതാണ്. പിന്നീട് ചരൺ സിംഗ് ഭരണത്തിൽ വന്നു. They replaced this 5 year plan with the annual rolling plan. ഇവിടെ നമ്മള് പ്ലാൻ ഹോളിഡേ എന്ന് പറഞ്ഞിട്ട് 3 വർഷത്തെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എന്നതുപോലെ ഓരോ ആനുവൽ പ്ലാൻസ് ആയിട്ട് ഇവിടെ വെത്തിച്ചുരി. ഓക്കെ, അന്നത്തെ പ്ലാനിംഗ് മിനിസ്റ്റർ ആയിട്ട് DT ലക്ഡവാല, പുള്ളിക്കാരനാണ് ഈ ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി എക്സിസ്റ്റ് ഡ്യൂറിംഗ് ദാറ്റ് പെർട്ടിക്കുലർ പീരീഡ്. നമ്മൾ പലപ്പോഴും പറയുന്നതാണ് എന്താണ്, ഒരു ഗവൺമെന്റ് അതിന്റെ ഫുൾ ഫേസിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഗവൺമെന്റിന്റെ പദ്ധതികളും പോളിസികളും പിന്നീട് വരുന്ന ഗവൺമെന്റുകളും മാറ്റിമറിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും എന്നുള്ളത്. ദാറ്റ് ഈസ് കോൾഡ് സം കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, എസ്പെഷ്യലി ഇൻ ദ പോളിസി ഇംപ്ലിമെന്റേഷൻ. അങ്ങനത്തെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആനുവൽ റോളിംഗ് പ്ലാനുമായിട്ട് ഇവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പിന്നീട് വീണ്ടും ഇന്ദിരാജിയുടെ ഗവൺമെന്റ് വരികയാണ് 6th, ആറാമത്തെ 5 ഇയർ പ്ലാനിൽ വരികയാണ് 1980 to 85. ഇന്ദിരാഗാന്ധി, പിന്നീട് രാജീവ് ഗാന്ധി. ഈ ഒരു സമയത്ത് ആറാമത്തതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ടെക്നോളജി മോഡേണൈസേഷൻ ആണ്. ടെക്നോളജിക്ക് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും. ആൻഡ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് പോവർട്ടി റിഡക്ഷനും പ്രൊഡക്ടിവിറ്റി ഓൾവേസ് ഇൻ ദ അജണ്ട കേട്ടോ. പക്ഷെ ടെക്നോളജിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, IT പോലുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 6th. അപ്പൊ ആ സമയത്ത് തന്നെ പതിയെ ഇക്കണോമിക് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. ഗ്ലോബലുമായിട്ടുള്ള ഗ്ലോബൽ ട്രേഡിനും ഗ്ലോബൽ ഇക്കണോമിക് റിലേഷൻഷിപ്പിനും കുറച്ചുകൂടെ ഒരു ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. ആൻഡ് ദേ ഗേവ് എംഫസിസ് ഓൺ ഫാമിലി പ്ലാനിങ്ങിനും കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നിങ്ങൾ ആ റോളിംഗ് പ്ലാനും 6th പ്ലാനും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ ഈ ക്ലാസ് കാണുന്ന സമയത്ത് ക്ലാസ്സിന്റെ കൂടെ തന്നെ പഠിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇവിടെ നിങ്ങൾക്ക് ഫാമിലി പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റ് വളണ്ടറി മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഒരു ഫാമിലി പ്ലാനിങ് ആകാം, ഹെൽത്തിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം,
സ്മോൾ ഫാമിലീസിന്റെ സിഗ്നിഫിക്കൻസ് പറയാം. കാരണം പല സ്ഥലത്തും ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും, എഡ്യൂക്കേഷൻ കിട്ടില്ല, ഹെൽത്ത് കിട്ടില്ല, ന്യൂട്രീഷന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ സ്മോൾ ഫാമിലീസിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ള രീതിയിലോട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ PHC എന്ന് പറയുന്ന പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു. കൂടുതൽ ആൾക്കാർക്ക് ഹെൽത്തിന്റെ കൺസേൺസും അവയർനെസ്സും ഉണ്ടാക്കി കൊടുക്കുന്നു. ഈവൻ കോൺട്രാസെപ്റ്റീവ്സ് അങ്ങനത്തെ കാര്യങ്ങളുടെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓറൽ പിൽസും കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ അതിലൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കലായിട്ട് വേറെ കുറെ ഡിബേറ്റുകളും ഇഷ്യൂസും ഒക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 7th 5 ഇയർ പ്ലാൻ രാജീവ് ഗാന്ധി വന്നത് മുതൽക്കാണ് കുറച്ചുകൂടെ IT-ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ 7th-ലാണ് നിങ്ങൾ കൂടുതൽ IT-ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ടെക്നോളജി മോഡേണൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് IT-യുടെ കൂടുതൽ കാര്യങ്ങൾ വരുന്നത്. ഗെയിൻ ഇമ്പോർട്ടൻസ് ടു ഫാസ്റ്റർ ഗ്രോത്ത്, ഫുഡ് സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ് കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഓഫ് ദ കമ്പ്യൂട്ടറൈസേഷൻ, കമ്പ്യൂട്ടർ വൽക്കരണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് റൈസ് ഇൻ ഫിസിക്കൽ ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. വാട്ട് യു മീൻ ബൈ ഫിസിക്കൽ ഡെഫിസിറ്റ്? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്കണോമിയുടെ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസിൽ പഠിക്കുമെങ്കിലും ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ റവന്യൂവിലുള്ള ഷോർട്ട് ഫോൾ ഇൻ ദ ഗവൺമെന്റ് റവന്യൂ. ഗവൺമെന്റിന്റെ കയ്യിൽ എന്തില്ല, വേണ്ടതുപോലുള്ള ഒരു പണമില്ല. ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് കടം കൊടുക്കാൻ പോണം. അപ്പൊ അതിന്ന് മാറ്റിയിട്ട് ഗവൺമെന്റ് കയ്യിൽ അവസാനം നോക്കുന്ന സമയത്ത് എന്തില്ല, വേണ്ടതുപോലെ ഇല്ലാത്ത അവസ്ഥയാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നതൊക്കെ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഞാൻ വീണ്ടും ആനുവൽ പ്ലാനിലോട്ട് വരികയാണ് ബൈ VP സിംഗ് ആൻഡ് ചന്ദ്രശേഖർ. ആനുവൽ പ്ലാൻസ് 1992 വരെ. ഇറ്റ്സ് എ ട്രാൻസിഷൻ പീരീഡ് ഡ്യൂറിംഗ് BOP ക്രൈസിസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ്, നിങ്ങൾക്കറിയാം ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ കൈൻഡ് ഓഫ് വാട്ട് എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഇൻ എ പെർട്ടിക്കുലർ ഇയർ അല്ലെ. ഒരു രാജ്യവുമായിട്ടുള്ള എക്സ്റ്റേണൽ സെക്ടറിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണത്. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കുറെ ക്രൈസിസ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് രണ്ടാഴ്ചയേ ഉള്ളൂ, നമ്മുടെ രണ്ടാഴ്ചത്തേക്കുള്ള ഇമ്പോർട്ടന്റ് ഉള്ള പേയ്മെന്റ് നമ്മുടെ കയ്യിലേക്ക് ഖജനാവിലേ ഉള്ളൂ. അപ്പോ നമുക്ക് എന്ത് പോരാ, ഈ പണം വെച്ചിട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ എക്കണോമി മുന്നോട്ട് പോകാൻ പറ്റില്ല. ദാറ്റ് ഈസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ മൻമോഹൻ സിംഗ് അദ്ദേഹം ഫൈനാൻസ് മിനിസ്റ്റർ ആയിട്ട് വന്നു. വന്നതിന് ശേഷം 8th 5 ഇയർ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അതില് ഇവരെന്ത് ചെയ്തു, PV നരസിംഹറാവുവിന്റെ ഗവൺമെന്റും അണ്ടർ ഡോക്ടർ മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്ട്രി ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു ഇക്കണോമിക് ലിബറലൈസേഷൻ. അങ്ങനെയാണ് 1991 LPG റിഫോംസ് വരാൻ വേണ്ടി പോകുന്നത്. LPG നിങ്ങൾക്ക് അറിയാം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ലിബറലൈസേഷൻ, പ്രൈവറ്റ് സെക്ടറിനെ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കൊടുക്കുക. അതായത് ഒരു റിജിഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ നിന്ന് കുറച്ചുകൂടെ ലൂസ് ആയിട്ട് കമ്പനികളുടെ ഫംഗ്ഷനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഗ്ലോബൽ എക്കണോമിക്ക് വേണ്ടി ഇന്ത്യൻ എക്കണോമി തുറന്നു കൊടുക്കുക എന്നുള്ള രൂപത്തിലുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതേ ഫോർകാസ്റ്റഡ് വാട്ട് ഹൈ ഇക്കണോമിക് ഗ്രോത്ത് വയ മാർക്കറ്റ് റിഫോംസ്. കാരണം ഗ്ലോബലൈസേഷൻ വരുന്ന സമയത്ത് കൂടുതൽ മാർക്കറ്റിലെ റിഫോംസും, മാർക്കറ്റ് തീരുമാനിക്കുന്ന പോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ചിട്ടാണ് സാധനങ്ങളുടെ വില കൂടുതലും കുറവുണ്ടാവുക. അങ്ങനെ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ, ഫിസിക്കൽ ഡെഫിസിറ്റ് പറഞ്ഞ പൈസ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അതിൽ നിന്നൊരു ഡിസിപ്ലിനോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ സർവീസ് സെക്ടറിലും മറ്റൊക്കെ ആയിട്ട് ഒരു ഗ്രോത്ത് സംഭവിക്കുകയും ആക്ച്വൽ ഗ്രോത്ത് അറൌണ്ട് 6.7% എത്തുകയും ചെയ്തു. ഇതാണ് ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു ഫേസ്, എക്കണോമിയിലെ ലാൻഡ്മാർക്ക് ഫേസ് ആണ് 8th 5 ഇയർ പ്ലാൻ. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആ ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ദിസ് ഈസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഷാൾ ഐ പ്രൊസീഡ് ഫർദർ? ബാക്കിയുള്ള എക്കണോമിയുടെ 5 ഇയർ പ്ലാൻസ് കൂടെ പെട്ടെന്ന് പറയാം. ഇനിയുള്ള പെട്ടെന്ന് പറയാം. കാരണം എന്താ, LPG റിഫോംസിന്റെ ആഫ്റ്റർ എഫക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എക്കണോമിക് ട്രെൻഡുകളാണ് പറയുന്നത്. അപ്പോ 1991 LPG റിഫോംസ് ഒരു ലാൻഡ് മാർക്ക് ആക്കിയിട്ട് എടുക്കുക. അതിന് മുന്നേ ഉള്ള ഫേസ്, ശേഷമുള്ള ഫേസ് എന്ന രീതിയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ്. ഇനി 9th വരുന്ന സമയത്ത്, 9th 5 ഇയർ പ്ലാനിലോട്ട് വരുന്ന സമയത്ത് 1997-2002 സമയത്താണ് വരുന്നത്. അടൽ ബിഹാരി വാജ്പേയി, IK ഗുജറാൾ, ഇവരുടെ ലീഡർഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്റർഷിപ്പിലാണ് ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. ആൻഡ് വി കൻ സി ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. ഗ്രോത്ത് മാത്രം പോരാ, സോഷ്യൽ ജസ്റ്റിസ് വേണം. ആൻഡ് യു ഹാവ് ടു ഫോക്കസ് ഓൺ ദ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്.
കാരണം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ പുരോഗമനം നടക്കുള്ളൂ. ഇക്കണോമിക് സാങ്ഷൻസ് ഹാപ്പൻഡ് ആഫ്റ്റർ പൊക്രാൻ സെക്കൻഡ്. 1998 പൊക്രാൻ ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് എക്കണോമിക് സാങ്ഷൻസ് നമുക്ക് നേരിടേണ്ടി വന്നു. ആൻഡ് ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഡ്യൂറിംഗ് ദിസ് പെർട്ടിക്കുലർ പീരിയഡ്. വാട്ട് യു മീൻ ബൈ ദിസ് പൊക്രാൻ? പൊക്രാൻ എന്താണ്? ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ കേട്ടുണ്ടാവും പൊക്രാൻ ക്രൈസിസ്. എനിവൺ? പൊക്രാൻ അതിനെന്തിനാ എക്കണോമിക് സാങ്ഷൻസ്? അപ്പൊ എക്കണോമിക് സാങ്ഷൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഫൈൻ. ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്ന രാജസ്ഥാനിലെ താർ ഡെസേർട്ട് അല്ലേ, അതാണ് പോക്രാൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തി പറഞ്ഞപ്പോ എന്ത് ചെയ്തു? വി ഗോട്ട് ഡിഫറെന്റ് ചലഞ്ചസ്. 5 ന്യൂക്ലിയർ ടെസ്റ്റ് നമ്മൾ ഈ സമയത്ത് നടത്തി. ഓക്കെ, ഈ ന്യൂക്ലിയർ ടെസ്റ്റും കാര്യങ്ങളും നടത്തിയപ്പോ ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചു. ന്യൂക്ലിയർ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. ജസ്റ്റ് സെക്കൻഡ്, ചാർജർ ആയിട്ടൊന്ന് കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ ഇത് ചൈനക്കും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാകാൻ റീസൺ ഉണ്ട് അല്ലെ? ഓൾറെഡി നമ്മള് ഇത് പൊക്രാൻ 2 എന്നാ പറഞ്ഞിരിക്കുന്നത്. 1974 സമയത്ത് നമ്മള് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ലോകരാജ്യങ്ങൾ ഇന്ത്യ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യ പോലുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രി ന്യൂക്ലിയർ ടെസ്റ്റിലോട്ട് വരെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ 1998 വീണ്ടും 5 ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ വി ഗോട്ട് മെനി ചലഞ്ചസ്. ഓക്കെ, USA, ജപ്പാൻ പോലെ രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ മുകളിൽ എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചുരുക്കം. പക്ഷേ ഇന്ത്യ അത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അതിനെ ഡീലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നോ ഫസ്റ്റ് യൂസ് പോളിസി എന്ന് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ടാവും, നോ ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വരുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസും ഈ സമയത്ത് നടപ്പിലാകുന്നു. 2002, 2007 സമയത്ത് അടൽ ബിഹാരി വാജ്പേയി, മൻമോഹൻ സിംഗ്. ആദ്യം വാജ്പേയി, പിന്നീട് മൻമോഹൻ സിംഗിനെ വന്നത്. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, പെർ ക്യാപിറ്റ ഇൻകം ഡബിളൈസ് ചെയ്യാം. 8% ഗ്രോത്ത് ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി ഇത്ര സംഭവിച്ചുള്ളൂ, 7.6 നടന്നിട്ടുള്ളൂ. ഈ സമയത്ത് ഒരുപാട് റൂറൽ സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്, ലൈക്ക് ഭാരത് നിർമ്മാൺ തുടങ്ങിയിട്ടുള്ള ഒരുപാട് റൂറൽ സ്കീംസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. 11th ആൻഡ് 12th ആണ് പറയുന്നത്. 2007, 12, 12, 17 രണ്ടും മൻമോഹൻ സിംഗിന്റെ സമയത്താണ്. ഓക്കെ, 2015 കൂടെ പ്ലാനിംഗ് കമ്മീഷൻ നടപ്പിലാക്കിയിട്ട് പിന്നീട് എന്ത് വരുന്നുണ്ട്, നീതി ആയോഗ് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കുക. 2007, 12 സമയത്ത് ഫാസ്റ്റർ മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരുന്നു. പക്ഷേ 2012 എത്തിയപ്പോൾ ഫാസ്റ്റർ സസ്റ്റൈനബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടെ ആഡ് ചെയ്ത്. 11 എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഇന്നോവേഷൻ, എൻവയോൺമെന്റിന് സസ്റ്റൈനബിലിറ്റി ആയതുകൊണ്ട് എൻവയോൺമെന്റിന് കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. MGNREG എക്സ്പാൻഷൻ വരുന്നുണ്ട്, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡെവലപ്മെന്റ് മിഷൻസ്. ലാസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ് 12th വൺ. 2015 പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് നീതി ആയോഗ് നിലവിൽ വരികയും ചെയ്തു. അപ്പൊ ഈ രീതിയിൽ വേണം ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടി. നമുക്ക് പെട്ടെന്ന് ഒരു ക്വിക്ക് റിവിഷനിലോട്ട് പോകാം, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ലെറ്റ് മീ യൂസ് അനദർ കളർ. ഒന്നാമത്തത് ഫസ്റ്റ് 5 ഇയർ പ്ലാന് ഇത്രയേ ഉള്ളൂ. അഗ്രികൾച്ചറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ ഇതാവ് പ്രൊജക്ട് ബൈ ആൽബർട്ട് മേയർ. ഹറോദ് തോമർ മോഡൽ എന്ന് വിശേഷിപ്പിക്കും. ബക്ര നങ്ങൾ പ്രൊജക്ട് വരുന്ന ഇപ്പോഴാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തത് നെഹ്റുവിന്റെ സമയത്ത് തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ട് തന്നെ മെഹ്ല നോബിസ് മോഡൽ എന്ന് വിശേഷിപ്പിക്കും. മൂന്നാമത്തത് ഒരു പ്ലാൻ ഫെയിൽഡ് ആണ്. നാലാമത്തത് പ്ലാൻ ഹോളിഡേ ആണ്. ഹോളിഡേയുടെ സമയത്താണ് ഗ്രീൻ റവല്യൂഷൻ വരുന്നത്. നാലാമത്തല്ല, പ്ലാൻ ഹോളിഡേ. ഓക്കെ, നാലാമത്തതിലാണ് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് സംഭവിക്കുന്നത്. നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്. ഓക്കെ, അഞ്ചാമത്തതിലാണ് ഈ ഗരീബി ഹട്ടാവയുടെ ആപ്ലിക്കേഷൻ വരുന്നത്, എമർജൻസി നടപ്പിലാകുന്നത്, മിനിമം നീഡ്സ് പ്രോഗ്രാം വരുന്നത്. ചിലപ്പോൾ ഈ ടേംസ് വെച്ചിട്ട് ചോദിക്കും, മിനിമം നീഡ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ റോളിംഗ് പ്ലാൻ ഉണ്ടായിരുന്നു, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ആറാമത്തതിലാണ് ടെക്നോളജി വരുന്നതെങ്കിൽ ഏഴാമത്തതിലാണ് IT കമ്പ്യൂട്ടറൈസേഷൻ പോസിബിൾ ആകുന്നത്. പിന്നെ ആനുവൽ പ്ലാൻസ് ആണ് വന്നിട്ടുള്ളത്. 8ലാണ് എന്ത് വരുന്നത്, LPG റിഫോംസ് വരുന്നത്.
9-ലാണ് പൊക്രാൻ 2 നടക്കുന്നത് അറിഞ്ഞിരിക്കുക. പിന്നെ 10, 11, 12 ജസ്റ്റ് ഒരു ഐഡിയ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. Now we are having certain very important questions. നിങ്ങൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും കമന്റ് ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് 5-year പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ മെഹ്ല-നോബിസ് മോഡൽ ഫോക്കസിംഗ് ഓൺ ഹെവി ഇൻഡസ്ട്രീസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എൻഷുർ ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ മെത്തേഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പ്ലീസ് കമന്റ് ഇറ്റ് ഗൈസ്, പ്ലീസ് കമന്റ് ഇറ്റ്. എന്താണ് ഉത്തരം വരുന്നത്? വെരി ഗുഡ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് സെക്കൻഡ് പ്ലാൻ, ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ. നൗ ഗരീബി ഹട്ടാവോ വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് വിച്ച് പ്ലാൻ? Come on. ഗരീബി ഹട്ടാവോ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദാറ്റ് ഈസ് ദ 5th പ്ലാൻ അല്ലെ. 5th പ്ലാന്റെ സമയത്താണ് വരുന്നത് ബി ഒക്കെ. ഗ്രീൻ റവല്യൂഷൻ വാസ് ഇനീഷ്യേറ്റഡ് ഡ്യൂറിങ്. ഇനീഷ്യേഷനാ ചോദിച്ചിരിക്കുന്നത്, നടപ്പിലാക്കിയതല്ല. ഒന്നാമത്തത് അഗ്രികൾച്ചർ ആണ്, സെക്കൻഡ് ഇൻഡസ്ട്രീസ് ആണ്, തേർഡ് ഫെയിൽഡ് ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്ലാൻ ആണ്, ഫോർത്തിന്റെ മുന്നേ ആനുവൽ പ്ലാൻസ് വരുന്നുണ്ട്, പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. ആൻസർ എന്താണ്? സി ആണ് അല്ലെ. എന്നാൽ ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? നടപ്പിലാകുന്നത് 4th പ്ലാന്റെ സമയത്തൊക്കെയാണ് വരുന്നത് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ. കൺസിഡർ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഫസ്റ്റ് 5-year പ്ലാൻ. അതുകൊണ്ട് ഫസ്റ്റ് 5-year പ്ലാൻ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തത്, ഡീറ്റെയിൽ ആയിട്ട് എടുത്തത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ലെവലെങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇറ്റ് ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് ഇറിഗേഷൻ. നിങ്ങൾ ആൻസർ ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇട്ടിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ സ്പാർട്ടൻസ് ഹിസ്റ്ററി പറഞ്ഞിട്ട് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു ജോയിൻ. കാരണം നിങ്ങൾക്ക് അവിടെ ആയിരിക്കും ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്നത് കേട്ടോ. അൺമാർക്ക് ചെയ്തിരിക്കുന്ന നോട്ട് നിങ്ങൾക്ക് തരാം. അതാവുമ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? പ്രിന്റ് എടുക്കുകയാണെങ്കിൽ പ്രിന്റ് എടുക്കാം. ആ രീതിയിൽ പഠിക്കാം. സോ വാട്ട്സ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ നമ്പർ 4? All please comment. Focused on agriculture and irrigation. It was based on Arod Domer growth model. Yes. It emphasized rapid industrialization. ആണോ? ഇതെന്തിനാണ്? സെക്കൻഡ് 5-year പ്ലാന്റെ പ്രത്യേകതയാണ്. അപ്പോ ഇതുണ്ടാവില്ല, ബാക്കി 1, 2 ഉണ്ടാവും. ആൻസർ എന്താണ്? എ. 5th ക്വസ്റ്റ്യൻ. അസോസിയേറ്റഡ് വിത്ത് 8th 5-year പ്ലാൻ. 8th 5-year പ്ലാന്റെ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വർഷം കൊടുക്കാതെ തന്നെ നിങ്ങളുടെ 8th 5-year പ്ലാൻ എന്ന് പറയുമ്പോൾ you should be able to identify that we are talking about what? LPG reforms. Okay, so now the initiation of LPG reforms, that is correct. നിങ്ങൾ ആൻസർ ചെയ്യും. Comment it guys, comment it. പ്ലാൻഡ് ഡ്യൂറിംഗ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആണോ? അല്ല, പൊളിറ്റിക്കലി ആയിട്ടുള്ള ഇഷ്യൂ അല്ല, എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി ആണ് ഉണ്ടായത്. ഹൈ GDP ഗ്രോത്ത് ഡ്യൂറിംഗ് ലിബറലൈസേഷൻ. യെസ്. സോ 1 and 3 ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 6. അസർഷൻ ആൻഡ് റീസൺ ആണ്. The 10th 5-year plan aimed to double per capita income in 10 years. The plan emphasized export promotion and poverty alleviation. ഈ അസർഷൻ റീസൺ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലീസ് ഡു ഇറ്റ് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ, എന്നിട്ട് നമുക്ക് നോക്കാം. സോ ഡിഫറെന്റ് ആൻസേഴ്സ് വിൽ ബി ദർ. ഇത് ചെയ്യാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് 1 ആക്കി എടുക്കുക.
രണ്ടാമത് ഇതിനെ സ്റ്റേറ്റ്മെന്റ് 2 ആക്കി എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും ശരിയാണെന്ന് നോക്കുക. സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നോക്കുക. 10th 5-year plan aimed to double per capita income 10 years. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പ്ലാൻ എംഫസൈസ്ഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ ആൻഡ് പോവർട്ടി എലിവേഷൻ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മെച്ചം എന്താ? എക്കണോമിക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. സോ ഒബ്വിയസ്ലി ഇത് അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ടായിരിക്കും. അതും ശരിയാണ്. അടുത്ത് നോക്കേണ്ടത് മൂന്നാമത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് എ റീസൺ ടു ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, റീസൺ ആണോ എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഓർ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എന്താണ്? ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? ആർ എന്തല്ല? കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. കാരണം എക്സ്പോർട്ട് പ്രൊമോഷനും പോവർട്ടി എലിവേഷനോട് മാത്രം എന്ത് ചെയ്യുന്നില്ല? ഡബിൾ പെർ കാപ്പിറ്റ ഇൻകം ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. വൺ ഓഫ് ദി കാര്യങ്ങൾ മാത്രമാണ്, പക്ഷെ അത് കറക്റ്റ് അല്ല. സോ ആൻസർ വിൽ ബി ബി ആയിരിക്കും വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് 5-year plan had the theme faster, sustainable and inclusive growth? കണ്ടോ, ആ ഒരു വാക്ക് ഞാൻ ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എന്താണ്? പെട്ടെന്ന് ആൻസർ മീ ഗൈസ്, ആൻസർ. ആൻസർ എന്താണ്? 12th 5-year plan ആണ് വരുന്നത്. സി ആണ് ഉത്തരം വരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഇവിടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് സെക്കൻഡ് 5-year പ്ലാൻ ആണ് മഹലനോബിസ് പ്ലാൻ, 5th-ലാണ് ഗരീബി ഹട്ടാവോ, 8th-ലാണ് LPG, 12th ലാസ്റ്റ് പ്ലാൻ ആണ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു സസ്റ്റൈനബിലിറ്റി. ഇത്രയും കാര്യങ്ങളെങ്കിലും ബേസിക്കലായിട്ട് നിങ്ങൾ പ്രിലിംസിന്റെ ഭാഗമായിട്ട് പഠിച്ചു വെക്കാനും ശ്രമിക്കണം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേസ് ഡിസ്കഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ക്ലാസ് നല്ലപോലെ റിവൈസ് ചെയ്യുക. അത്യാവശ്യം നമ്മൾ ടൈം എടുത്ത് പഠിച്ചു പോകാൻ വേണ്ടി തന്നെയാണ്. പിന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് മറക്കേണ്ടതില്ല, ഹിസ്റ്ററിയുടെ ക്ലാസ്സസ് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വരുന്നത് കുറവായിരിക്കും. കൂടുതൽ നമ്മൾ ഈ ക്ലാസിന്റെ ഭാഗമായിട്ടാണ് കൊടുക്കുക. അപ്പൊ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആകെ 30 സീറ്റ്സ് മാത്രമാണ് നമ്മൾ ഏർലി ബേർഡ് ഓഫറിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത്. സോ ഡോണ്ട് മിസ് ദിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.